അപ്പോൾ അൽഫാം ചിക്കനിലെ മസാലയാണ് കേട്ടോ നമ്മൾ അടിക്കുന്നത്. ചേട്ടനാണ് മസാല അടിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 25 കോഴിക്കുള്ള മസാല കൂടെ അടിക്കാൻ പോകണം. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം വേണ്ട സാധനമാണ് മസ്റ്റർഡ് ഓയിലാണ് ഇതിൽ ഉപയോഗിക്കുക. ജിഞ്ചർ, ഗാർലിക്, ചില്ലി, ഗ്രീൻ ചില്ലി അത് നമ്മൾ പേസ്റ്റാക്കിയ സാധനമാണ്. ഇതിൻ്റെ തൂക്കം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 250 ഗ്രാം വെളുത്തുള്ളിയും 250 ഗ്രാം ഇഞ്ചിയും ഒരു 200 ഗ്രാം പച്ചമുളകും അത് നമ്മളിതിൽ ചേർക്കണം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട സാധനമാണ് നമ്മൾ ബ്ലാക്ക് സാൾട്ട്. സാധാരണ സാൾട്ടല്ല ഉപയോഗിക്കുക, ബ്ലാക്ക് സാൾട്ടാണ് ഉപയോഗിക്കുക. ബ്ലാക്ക് സാൾട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ചില്ലി പൗഡർ, റെഡ് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ചേർക്കണം. പിന്നെ കളറിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടി കുറച്ച് ചേർക്കണം. ഏകദേശം മുഴുവൻ നാടൻ കുരുമുളക് നമ്മൾ അരച്ച് പൊടിച്ചാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 200 ഗ്രാമോളം നമ്മൾ ചേർക്കണമായിരിക്കും. ഇപ്പോൾ ഇത്രയും സാധനം ചേർത്ത് പിന്നെ അടുത്ത് വേണ്ട നമുക്ക് കസൂരി മേത്തി നമ്മളിതിൽ കുറച്ച് ചേർക്കും. കസൂരി മേത്തി ചേർക്കും. പിന്നെ ഇത് സ്വല്പം ജീരക പൗഡർ, നമ്മൾ ജീരകം പൊടിച്ച പൗഡറാണ് കേട്ടോ. ഇത് ഒരു സ്പൂൺ ജീരകപ്പൊടി 25 കോഴിക്കാണ് കേട്ടോ. നമ്മളിനി തൈര് ഒഴിക്കാൻ പോകണത്. ഇത് വീട്ടിലുണ്ടാക്കണ കട്ടി തൈരാണത്. തൈര് എത്രയും കട്ടി കൂടുന്നു അത്രയും ടേസ്റ്റും കൂടും, സോഫ്റ്റും കൂടും. അപ്പോൾ നമ്മളിതിന് മിക്സ് ചെയ്യാൻ പോകണം. വെള്ളം ചേർക്കില്ല. തൈരാണ് മെയിൻ പ്രധാനപ്പെട്ട ഘടകം. അതാണ് ഇന്നലെ ഉപ്പുറം. മസാലയുണ്ട്. നമ്മൾ മസാല മുക്കിയിട്ട് ഒരു 5 മണിക്കൂർ ഈ സാധനം വെക്കും. മിനിമം. അതാണ് മോനസ് കിച്ചൻ്റെ സ്പെഷ്യൽ. 5 മണിക്കൂറാണ് വെക്കുന്നത് മസാല കയറ്റിട്ട്. ഫുള്ളായിട്ട് അവന് കുളിപ്പിച്ചെടുക്കാണ്. അപ്പോൾ 25 ചിക്കൻ്റെ മസാല കയറ്റി വെച്ചിരിക്കുകയാണ്. ഇനി 5 മണിക്കൂർ വെക്കണമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ നമുക്ക് സമയം ഇല്ലെങ്കിൽ നമ്മളതനുസരിച്ചിട്ട് ഫ്രിഡ്ജിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. ശരിക്കും 5 മണിക്കൂർ ഉള്ളതിനേക്കാൾ കൂടുതൽ തലേ ദിവസമൊക്കെ മസാല കയറ്റി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കും. ഇനി നമുക്കൊരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം.